ഹായ് ഓൾ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രിസ്പി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ഫ്രൈസ് ആണ്. ഇത് പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് ചിരണ്ടി വൃത്തിയാക്കി എടുത്തിട്ട് അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ക്യൂബായിട്ട് ചെറിയ ക്യൂബായിട്ട് മുറിച്ചെടുത്തിട്ട് ഇത് നോർമൽ വാട്ടറിലോട്ട് തന്നെ ഒരു 2 മിനിറ്റ് ഇട്ടിട്ട് ഞാൻ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് അതിനകത്തോട്ട് ഇട്ടു. ഇത് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകല്ലേ, ഏകദേശം ഒരു 90% വെന്ത് കഴിയുമ്പോഴത്തേന് ഇത് നമ്മൾ എടുക്കണം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകല്ലേ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് നമുക്ക് ഈ ഒരു പരുവത്തിൽ നമ്മൾ വെന്ത് കിട്ടിയാൽ മതി. ഒത്തിരി വെന്ത് പോകല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു ചുവട് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഒന്ന് കുഴച്ചെടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഉണക്കമുളക് പൊടിച്ചത് ഞാനൊരു 1 സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഒരു 3 സ്പൂണ് അരിപ്പൊടി വറുത്ത് ഇട്ടിട്ടുണ്ട്. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതായിട്ട് ഇതുപോലെ തന്നെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ച് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചപ്പാത്തിപ്പലയിലാണ് ഞാൻ ചെയ്യുന്നത്. അത് ഇച്ചിരി ഓയിൽ ഒഴിച്ച് തടവി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഞാൻ പരത്തിയെടുത്തു. ഇത് പരത്തിയെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഒന്ന് സെറ്റായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെറ്റായി വന്ന ശേഷം നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഇത് നമുക്ക് ബട്ടർ പേപ്പറെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എൻ്റെ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി പലകയിലോട്ട് ഞാനത് ചെയ്തത്. നമുക്ക് ചെറിയ കട്ടിങ് പോകേണ്ട അവത്തിൽ ചെറിയ ഓയിൽ തേച്ചിട്ടായാലും നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ. പരത്തിയതിന് ശേഷം നമ്മളിത് സെറ്റായി വരാനായിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെക്കണം, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുക്കിങ്ങിനുള്ള പാത്രം എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഓയിൽ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഓരോരോ പീസായിട്ട് ഇതുപോലെ നമുക്ക് അതിൻ്റെ അകത്തിട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചിടില്ല, ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് സ്വല്പം നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളത് വീണ്ടും അത് 2 സൈഡും അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഉണ്ടോ, നമുക്കിത് ഫ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകല്ലേ, ഈ ലെവൽ കിട്ടിയാൽ മതി. അതുകൊണ്ട് നമുക്ക് പാത്രത്തിലായിട്ട് മാറ്റാവുന്നതാണ്. അപ്പം ഇത് ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കണം. തണുക്കും തോറും ഇതിന് ക്രിസ്പിനെസ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്, ഉണ്ടാക്കി നോക്കാം.